രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിൽ പ്രചാരണ വേദിയിൽ സംസാരിക്കുകയാണ്. സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. നരേന്ദ്ര മോദി കീപ്സ് ക്വയറ്റ്. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ ഇവിടുത്തെ CPM നേതാക്കന്മാർ ശബരിമലയെ അയ്യന്റെ സ്വർണം കൊള്ളയടിച്ച് അവിടെ അതിനെ ചെമ്പ് മാറ്റി വെച്ചതിന് ശേഷം കേരളത്തിലെത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഈ നരേന്ദ്രമോദി മിണ്ടുന്നില്ല. He has to choose between God and supporting the left front, and he is choosing the left front. Imagine the man. അദ്ദേഹത്തിന് കേരളത്തിലെത്തുമ്പോൾ ഇടതുപക്ഷത്തെയാണോ അതോ ദൈവത്തെയാണോ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് സംശയം ഉണ്ടാവും. അവസാനം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇവിടെ പിന്തുണയ്ക്കും. He does not want a UDF government in Kerala. അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു UDFന്റെ ഗവൺമെന്റ് ഉണ്ടാകാൻ ഒരാഗ്രഹവുമില്ല. He knows that he can control the LDF government because of corruption. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം കേരളത്തിൽ ഒരു LDFന്റെ ഗവൺമെന്റ് ഉണ്ടായാൽ അവരുടെ അഴിമതി കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നറിയാം. And he knows that LDF can never challenge him in Delhi. അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം ഇവിടുത്തെ LDFന് ഡൽഹിയിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല. So he understands that only the Congress party can defeat him in Delhi and across the nation. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു ഡൽഹിയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് സാധിക്കുക എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. That is why he wants to strengthen the LDF in Kerala. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലെ LDFനെ ശക്തിപ്പെടുത്തണം എന്ന് തോന്നുന്നത്. Whoever stands against the BJP is attacked. ആരൊക്കെ BJPക്കെതിരെ നിലകൊള്ളുന്നോ അവരെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. I've got 36 cases. I'm out on bail. I've been interrogated for 55 hours non-stop. എനിക്കെതിരെ 36 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ജാമ്യത്തിലാണ് നിൽക്കുന്നത്. എന്നെ 55 മണിക്കൂർ നിരന്തരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. There are no interrogations of your chief minister taking place. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചോദ്യം ചെയ്യലും നടക്കുന്നില്ല. There are no interrogations of his family members taking place. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഒരു ചോദ്യം ചെയ്യലും നടക്കുന്നില്ല. There is no pressure or attack on the chief minister of Kerala. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആക്രമണമോ ഒരു സമ്മർദ്ദം പോലും ഉണ്ടാവുന്നില്ല. Because both the LDF and the BJP are in partnership. കാരണം LDFും BJPയും ഒരേപോലെ ഒരു കൂട്ടുകെട്ടിലാണ് ഇന്ന് നിൽക്കുന്നത്. We have an ideological war with the RSS and the BJP. നമുക്ക് RSSും BJPയുമായി ഒരു ആശയപരമായ ഒരു പോരാട്ടം, ഒരു യുദ്ധം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. You ask the RSS people, you ask the BJP people who fights them, and they will give you the answer. നിങ്ങൾ ഒരു RSS പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു BJPയുടെ പ്രവർത്തകനോട് നിങ്ങൾ ചോദിക്കുക ആരാണ് നിങ്ങൾക്കെതിരെ പോരാടുന്നത് എന്ന് ചോദിച്ചാൽ അത് UDF ആണ് എന്നവർ പറയും. So on one side in this election there is the LDF which is being helped by the hidden hand of the BJP. അതുകൊണ്ട് ഒരു വശത്ത് BJP സഹായിക്കുന്ന ഒരു LDF എന്നുള്ള ഒരു മുന്നണി ഒരു വശത്ത് ഈ പോരാട്ടത്തിലുണ്ട്. And on the other side there is the UDF. മറുവശത്ത് UDF ആണ് ഉള്ളത്. That is basically what is going on in the election. അതാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. You are aware. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.